കുടുംബം വിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഏറ്റവും മോനെ മമ്മൂക്ക പെർഫോം ചെയ്യുന്ന പോലെ ഉണ്ട്. அவன் குடும்பத்தையே விட்டு கூட வந்து நிக்கிறாங்க. சுந்தரம் பாத்தீங்களா, என் தளபதிய பாத்தீங்களா? நீங்க முன்னாடியே வந்துருங்க. അയ്യോ എനിക്ക് സൂര്യയുടെ കുടുംബം എൻ കുടുംബം. അയ്യോ ഇങ്ങനെ എന്തോ ചെയ്യട്ടാ. ഓ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന രജനി സാർ മമ്മൂക്ക കോമ്പയിൽ വന്ന മണിരത്നം സാറിന്റെ തലപതി മൂവിയിലെ ക്ലൈമാക്സ് ആണ്. നമ്മളെ കഴിഞ്ഞ സീന്റെ ആ ഒരു ബ്യൂട്ടി എടുത്തെടുത്തെടുത്ത് പറയേണ്ടതാണ്. ഒരു രക്ഷയില്ല. പല റിവീലിംഗ് സംഭവങ്ങളായിരുന്നു. ഏകദേശം പോസ്റ്റ് ഇന്റർവെല്ലിന് ശേഷം ഫുൾ റിവീലിംഗ് ആണല്ലോ. ഓരോരുത്തർ ഇങ്ങനെ റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സീനുകളൊക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. അതായത് ഒന്ന് കാണുമ്പോ ഇതാണ് അടിപൊളി തോന്നി കഴിഞ്ഞാൽ അടുത്ത സീനിൽ അതിനേക്കാൾ അടിപൊളി സാധനം കൂട്ടിപ്പണഞ്ഞെടുക്കുന്ന കയറുകൾ ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ചഴിച്ച് അതിനെ നേരെയായിക്കൊണ്ടിരിക്കുന്നതാണ്. ക്ലൈമാക്സിലെത്തി സംഭവം എന്താണ് ആവാൻ പോകുന്നത് അല്ലെ? ഏകദേശം ഒരു മഹാഭാരതം ആ ഒരു കഥയാണ്, പ്ലോട്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയാം എൻഡ് എന്തായിരിക്കും എന്നുള്ളത്. ഞാനിവിടെ കുറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ട് 2 ക്ലൈമാക്സ് ഒക്കെ ഉണ്ടായിരുന്നു മൂവിക്ക്. പക്ഷെ മണിരത്നം സാർ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിനെ ഫുള്ള് ഡിനേ ചെയ്തേക്കുന്നില്ല. ഞാൻ ഒറ്റ സംഭവം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് സംഭവത്തിലേക്ക് നമുക്ക് നോക്കാം എന്തായിരിക്കും ശരിക്ക് മണിരത്നം സാർ കാണിച്ചിട്ടുള്ളതല്ലേ. നല്ല ആകാംക്ഷയുണ്ട് കാണാൻ. കാരണം വെച്ചാല് എന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സീനിൽ തന്നെ ഫുൾ എടുക്കായിരുന്നു. പിന്നെ നീളം കൂടുന്നോണ്ടാണ് എടുക്കാൻ. നീളം കൂടിയുണ്ടെങ്കിൽ ബ്ലോക്ക് ചിലപ്പോ ഇറക്കാൻ പറ്റില്ല. തുടങ്ങിയാലോ? ഇവരെന്തിനാ പക്ഷെ അംബരീഷ് പൂരിനായിട്ട് കൂട്ടുപിടിച്ചേക്കുന്നത്? അതാണ് സംഭവം അല്ലെ? അവിടെയാണ് മറ്റേത് വരുന്നത്, ചെറിയൊരു നെഗറ്റീവ് വരുന്നത്. അത് വേണ്ട. தேவராஜ் சூர்யாவும் இருக்க மாட்டாங்க. என்ன சொல்றீங்க? சில நியாயமான விஷயங்களை சட்டப்படி செய்ய முடியாது. வேற விதம் தான் செய்யணும். உள்ளால் தான் எடுக்கணும். ஓ கரிவேணா. ஆமா, நாம எதுவும் செய்ய போறது இல்லை. அவங்களுக்குள்ளே மோதிப்பாங்க, அவங்களே அழிச்சுப்பாங்க. நம்ம பார்க்காம விட்டுட்டா போதும். இதை செஞ்சு அவங்களுக்கு நம்மளுக்கு வித்தியாசம் இல்லாம போயிடும். வித்தியாசம் இருக்கும். நாளைக்கு நாம உயிரோடு இருப்போம். தேவராஜ் உயிரோடு இருக்க மாட்டான். സൂര്യ ഉയരോട്ട് இருக்க மாட்டான். நிச்சயம். അതാണ് ഇവരെ കയ്യിൽ കറ വരരുതെന്നുള്ള അല്ലേ? രക്തക്കറ വരരുതെന്നാണ്. ഇത് ചെയ്യാതെ വെച്ചു. ഇത് വേണ്ട. ഉന്നെ കെഞ്ചി കേട്ടുக்கிறேன். കാലാണ് കേൾக்கிறேன். ഇത് വേണ്ട. ഇത് വേണ്ട. സൂര്യ 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 പയ്യണ്ട പറഞ്ഞു പെണ്ണുപിള്ള അവനോട് സെഞ്ചിരാത അവനെ വിട്ടത് இதெல்லாம் தெரிஞ்சு நீ கூட வேண்டிய உன் குடும்பம் தெரிஞ்சு அவங்களை எதிர்த்து வேண்டிய உடம்பில் ஓடுறது அதே ரத்தோடு தெரிஞ்சு நீ இல்ல நீ நண்பன். കുടുംബം വിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഏറ്റവും മോനെ മമ്മൂക്ക പെർഫോം ചെയ്യുന്ന പോലെ ഉണ്ട്. நிக்கிறாங்க. அவன் குடும்பத்தையே விட்டு கூட வந்து நிக்கிறாங்க. சுந்தரம் பாத்தீங்களா, என் தளபதிய பாத்தீங்களா? நீங்க ഓ வேணாமா? ஏனம்மா யாருமே குடும்ப நேரத்துல போதிட்டு இருந்தேன். பையனும் பேர் அழிக்க பார்த்தீனம்மா. சூர்யா, எனக்கு கூட பிறந்தவங்க யாரும் கிடையாது. நீதான் எனக்கு அர்ஜுனனுக்கு
தம்பின்னா எனக்கு அப்படிதான். ഓ உனக்கு ஒரு குடும்பம் இருந்ததுன்னா அது எனக்கும் சொந்தம். என்னை பிரிக்க பார்க்காதடா. விட மாட்டேமா, விட மாட்டேன். இப்ப எனக்கு எதுவாக விட மாட்டேன். ഓ എല്ലായിടത്തും என் அண்ணனுக்கு எதுவாக விட மாட்டேன். രണ്ട് സ്ഥലത്ത് ഒരുപോലെ എവിടെയും വിടില്ല എവിടെയും വിടില്ല അതെ. தேவா எங்க கரெக்ட் சார் பார்க்க போறோம். அவர்கிட்ட சரணடைய போறோம். സൺഡ്രൈവ് സറണ്ടർ ആവുമ്പോഴാണ്. അയ്യോ അതിന്റെ ഇടയില് ഈ അമരീഷ് പുരി എന്തെങ്കിലും കളിക്കോന്നുള്ളതാണ്. ശരിക്കും അവിടെ മാറിയായിരുന്നു അറിയാം നമുക്ക്. ആ കാരണം നമുക്ക് ഉള്ളിൽ നന്മ ഉള്ളതുകൊണ്ടാണല്ലോ ഇവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയത്. ശരിക്കും സറണ്ടർ ആയവിടെ പ്രശ്നം തീർന്നു. ஒரு நிமிஷம். அப்பா எஸ்பி உங்ககிட்ட பேசணும்னு சொல்றாரு. என்னவா? தேவராஜனை சூர்யாவை எது செய்ய வேணாம்னு சொல்றாரு. ഒന്നും ചെയ്യണ്ടെന്ന്. நான் இங்க இல்லைன்னு சொல்ல. ഓ കാരണം ആൾ ഓൾറെഡി തീരുമാനിച്ച് ചെയ്യാൻ. கலெக்டர் சார், கலெக்டர் சார். சரணடைய வந்திருக்க. അയ്യോ എനിക്ക് എന്തിനു വരണേ. சூர்யாவோட குடும்பம் என் குடும்பம். അയ്യോ ഇങ്ങനെ എന്തോ ചെയ്യട്ടാ. ஏத்துக்குங்க. ഓ ഓ രജനി സാറിന് പക്ഷെ ഇവിടെ ഉണ്ടത്. என் கூட வா. என் கூட வா. കൊണ്ടാ അയ്യോ അയ്യോ കൊണ്ട് വെടികൊണ്ടാണ് ഇല്ലെങ്കിൽ അവിടുത്തെ കമ്പി അതൊക്കെയാണ് അവിടെ കൂട്ടിട്ടുണ്ട്. അതിലെന്തൊക്കെയോ தேவா, അതിലോട്ട് കൊണ്ടാണ് ഇനി വീണപ്പോ. தேவா, 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 தேவா. ആക്ച്വലി എന്ത് സംഭവിച്ചവിടെ അല്ലേ? വെടികൊണ്ട് തന്നെയാണ് ഇനി മറ്റേതാണോ? ചിലപ്പോ കൊണ്ടായിരിക്കും. പക്ഷെ അവിടെ അതിന് മുന്നൊരു സംഭവം കാണിച്ചായിരുന്നു, കമ്പിയൊക്കെ ഇട്ടത് മുന്നില്. ഓ சூர்யா, போகா, சூர்யா, சூர்யா நில்லு. சூர்யா. ഓ വിടില്ലല്ലോ. പക്ഷെ ഇല്ല ഇനി വിടില്ല. ഓ സ്പോട്ടില് ആൾക്ക് കൈക്ക് വെടി കൊണ്ടിട്ടുണ്ട്, കൈക്കും കാലിനൊക്കെ അല്ലേ? മേത്ത് കിട്ടിയില്ല. ഇല്ല ഏകദേശം കവചം പോലെ പ്രൊട്ടക്ട് ആ ചെയ്യാൻ ആ നോക്കിയത്. ആ ഓ അയാളല്ലേ? ഓ ഇയാളെന്നല്ലേ ആ ആ ആ ഒരു മറ്റേ വെറി.
പക്ഷെ അവ മനസ്സിലാവുന്നില്ല ഇല്ല ഇല്ല நண்பரை கொண்டுட்டேடா என் தேவாவை கொண்டுட்டேடா ഓ என் தேவராஜை கொண்டுட்டேடா ആ ഒരു ഇതിലാണ് ഫുള്ള് ചെയ്യണത്. പിന്നെ അത്രയും സ്നേഹമല്ലേ ആ, ആ, ആ സംഭവം. என் தோழனை கொண்டுட்டேடா என் கண்ணதிலே கொண்டுட்டேடா என் மடியில கொண்டுட்டேடா ഓ അതാണ് എല്ലാം മുന്നിൽ വെച്ചിട്ടല്ല ചെയ്തത്, അതാണ് പറഞ്ഞത്. അടിച്ചന്നെയാണ് ഇതാക്കുന്നത്. ഉം. ഓ നീ സറണ്ടർ ആവോ? സറണ്ടർ ആവും. എന്നാലും ആള് சாரி சார், சூர்யாவுக்கு எதிராக எங்ககிட்ட எந்த ஆதாரமும் இல்லை, எந்த சாட்சியும் இல்லை. எங்களால் எதுவும் செய்ய முடியாது. ആധാരം സാക്ഷിയും ഇല്ലാന്ന്, പ്രൂഫ് ഇല്ല. എപ്പോഴും പ്രൂഫ് ഉണ്ടാവാറില്ലല്ലോ. മുന്നേ കൊന്നതിനൊന്നും മറ്റേ സ്ഥലത്തൊന്നും പ്രൂഫ് ഇല്ല. ഇത് ഏകദേശം എല്ലാരും തീർത്തിട്ടില്ല വന്നേക്കണം. Well, miss you, sir. Bye. Good luck. வரேன். அம்மா. அம்மா. അത് രണ്ടുപേരും പോണുള്ള മകന്റെ കൂടെ നിക്കാൻ തോന്നുന്നു. அம்மா, நேரம் வச்சு வாங்க. ആ ഇല്ല, പോകുന്നുണ്ട്. പോണ വേണ്ടിയ കൺഫ്യൂഷൻ. நீ போயிட்டு வா, நாங்க சூர்யாவோட இருக்கோம். ഓ അങ്ങനെ നിക്കാതെ കുറച്ചു കാലം. ഓ അവിടെ അഗെയിൻ സൂര്യന്റെ സംഭവം തന്നെ കാണിച്ചു. ആ ഒരു സാഡ് എൻഡിങ് ആ കൊടുത്തില്ല. ഇല്ല ഇല്ല ഇല്ല, അതായത് ചെറുതായിട്ട് സാഡ് ആക്കിയെങ്കിലും ഹാപ്പി ആക്കി അവസാനം. പറഞ്ഞു പറയുന്നില്ല, വേറൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, എല്ലാം തോന്നുന്നു. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അയ്യോ എന്റെ മോനെ ഇടയ്ക്ക് കരയിപ്പിച്ചങ്ങോട്ട് കളഞ്ഞു. ഇൻ ബിറ്റ്വീൻ സീൻ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് എന്താ പറയാ, ഭയാത്ത മമ്മൂക്കട എനിക്ക് ഓൾറെഡി തോന്നിയായിരുന്നു അവിടെ മമ്മൂക്ക് ആ ഒരു സാധനം വരുന്നുള്ളത്. മറ്റേ ഒരു
ഫേസ് കൊണ്ട് നടക്കുക. അതായത് എന്താ പറയാ, അതായത് ആ ഒരു സംഭവം ഇല്ല, അതായത് കുടുംബത്തിനെയും വിട്ടിട്ട് നീ ഇവിടെ വന്നു പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നിയായിരുന്നു അടുത്ത സീനിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുന്നുള്ളത്. അത് കാണിച്ച് ഗംഭീരാക്കി അങ്ങോട്ട് എന്താ പറയാ, അതിന്റെ കൂടെ രജനി സാറിന്റെ പോലെ രണ്ടുപേരും കൂടി അങ്ങോട്ട് തകർത്താടി നിൽക്കുന്ന സമയത്താണ് രണ്ടുപേരും ഏകദേശം എന്താ പറയാ അത്രയും നേരം ആ ഒരു ദുര്യോധന ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള മമ്മൂക്കയുടെ ക്യാരക്ടർ മാറി. ശരിക്കും ദുര്യോധന അവിടെ മാറുന്നില്ല, അവിടെയാണ് ചെറുതായിട്ട് ഒരു ചേഞ്ച് വന്നത്. ഇവിടെ മാറിയ ആള് മാറിയിട്ട് സറണ്ടർ ആവാനായിട്ട് പോയതാണ്. അപ്പോഴേക്കും വന്നിട്ട് ഷൂട്ട് ചെയ്ത് പക്ഷെ കവചായിട്ട് എന്താ പറയാ സൂര്യൻ നിന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ആ ബുള്ളറ്റ് തന്നെ കൊണ്ടാണ് സംഭവം. എനിക്കൊന്ന് കുറെ 3-4 വെടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 എനിക്ക് തോന്നുന്നു രജനി സാറിനെ കിട്ടിയിട്ടുണ്ട്, കൈക്കും കാലിനൊക്കെ ആയിട്ട് 3 കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണമാണ് മിസ്സായത്, ഡയറക്റ്റ് പോയത്. പക്ഷെ എന്താ പറയാ ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തിട്ട് താൻ മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ സൂര്യ എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ പ്രൊട്ടക്ടർ ആയിട്ട് നിന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടെ ആരെയും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രത്യേകിച്ച് അവർ ഭയങ്കര ഇമോഷണൽ സീൻ തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും എന്താ കണ്ണീര് വരുന്നൊരു സീൻ തന്നെയാണ്. അതെന്താ പറയാ മമ്മൂക്കയുടെ പെർഫോമൻസിലാണ് ശരിക്കും അവിടെ കണ്ണ് ശരിക്കും ആയത്. കാരണം എന്താ പറയാ മമ്മൂക്ക അവിടെ ആ ഒരു മറ്റേ ഡയലോഗ് പറയുന്നില്ല, അതായത് കുടുംബത്തിനെയും വിട്ടിട്ട് നീ എന്റെ കൂടെ നിന്ന് ഗീതയുടെ അടുത്ത് പോയിട്ട് പറയുന്നില്ലേ, അപ്പോഴാണ് നമുക്ക് അവിടെ മമ്മൂക്കയുടെ ആ ഒരു മറ്റേ സാധനം വന്നത്. നമുക്ക് ഇമോഷണലി രജനി സാർ ശ്രീവിദ്യ മാം ആ ഒരു കോംബോയില് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ജസ്റ്റ് ഒരു കണ്ണ് നനയില് മാത്രമാണ്. നമുക്കത് ഓക്കെ സ്റ്റിൽ ഓക്കെ ആക്കാൻ പറ്റും, അതായത് ഒരു വിങ്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് അങ്ങോട്ട് അപ്പൊ എന്തായാലും ആ ഒരു എൻഡ് ഹാപ്പി ശരിക്കും നമ്മളില്ലേ മറ്റേ രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് സാഡ് എൻഡിങ് ആയിരിക്കും എന്നാണ്. പക്ഷെ നമുക്കറിയാം മണിരത്നം സാറിന്റെ പടങ്ങള് അധികം സാഡ് എൻഡിങ് അറിയില്ല കേട്ടോ. നമ്മൾ എല്ലാ കുറെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ചില പടങ്ങളൊക്കെ ഹാപ്പി എൻഡിങ് ഞാൻ കണ്ടിട്ടില്ല. ഒരു മൂവി 1-2 മൂവിയില് നല്ല എൻഡിങ്, അതായത് ഇതുപോലെ ഏകദേശം ഇതുപോലെയാണ്. അതായത് ക്ലൈമാക്സിനോട് അടുക്കുമ്പോ ഭയങ്കരമായിട്ടൊന്ന് മുറുകി പലതരം ഇമോഷനിലൂടെ നമ്മളെ കൊണ്ടുപോയതിനു ശേഷം ഇമോഷൻസിന്റെ ഓരോ റോളർ കോസ്റ്ററിലൂടെ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് ഒരു ചെറിയൊരു പുഞ്ചിരി കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ നൽകിയിട്ടാണ് നമ്മളെ ജയിലിൽ നിന്ന് ഇറക്കുള്ളൂ. അങ്ങനെയാണ് മണിരത്നം സാറിന്റെ പടങ്ങൾ യൂഷ്വലി. പക്ഷെ ഇതിൽ ഞാൻ ഈ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തില്ല. പ്രത്യേകിച്ച് അവസാനം ഞാൻ വിചാരിച്ചു എന്തായാലും ജയിലിൽ പോയൊക്കെ കിടന്ന് അതിനുശേഷം തിരിച്ചു വന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ അത് കാണിക്കാതെ പ്രൂഫ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. അതിനൊരു സംഭവം എന്ന് വെച്ചാല് നമുക്ക് ഓൾറെഡി മണിരത്നം സാറിനെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു പച്ചക്ക് കൊളുത്തിയ സമയത്ത് ആരും അവിടെ സാക്ഷി പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു സംഭവം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്ന സമയത്തും ആരും അങ്ങനെ ഒന്നും പറയാറില്ല. കാരണം തളപതി എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പം ആ ഒരു സംഭവം ലാസ്റ്റ് SP-നെ കുറിച്ച് നല്ലവനായിട്ട് കാണിച്ചു. അതായത് എന്താ പറയാ വേണമെങ്കിൽ അങ്ങേർക്ക് കുറെ ആവായിരുന്നു അവിടെ. പക്ഷെ അങ്ങേരും എന്താ പറയാ ചെറിയൊരു അങ്ങേർക്ക് എന്ന് പറയുന്നത് എന്താ പറയാ ഫുള്ളി നെഗറ്റീവ് ഷെയ്ഡ് അല്ല കൊടുത്തിരിക്കുന്നത്. അതായത് ആരുമില്ല, അരവിന്ദ് സ്വാമി ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു SP ക്യാരക്ടറിൽ ആരും നെഗറ്റീവ് ആവാണ്ട് തന്നെ പോസിറ്റീവ്. ആകെ അമരീഷ് പുരിയാണ് അവസാനത്തോട് കട്ട വില്ലനായിട്ട് മാറിയത്. ശരിക്കില്ലേ മറ്റേ ഹാപ്പി എൻഡിങ് ആയാലും നന്നായേനെ. ഇപ്പൊ ഇവിടെ ആരും മരിക്കാണ്ട് കാണിച്ചാലും പക്ഷെ എന്താ സംബന്ധിച്ച് നമുക്ക് മറ്റേ തോന്നില്ല. ഒരു നമുക്ക് പോകുമ്പോഴും ചെറിയൊരു ഫീല് മനസ്സിൽ വേണം. ഈ ഫുള്ളി ആണെങ്കിൽ ഹാ പറഞ്ഞ് നമ്മള് പോകും. പക്ഷെ ഇപ്പൊ ചെറിയൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു നമ്മൾ ചിലപ്പോ അതിങ്ങനെ മരിക്കണ്ടായിരുന്നു എന്നുള്ളൊരു തിങ്കിങ് വരില്ലേ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഡിസ്കഷൻ ചെയ്യുന്നത്. അല്ല ഹാപ്പി എൻഡിങ് ആണെങ്കിൽ നമ്മൾ രസം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പോവില്ലേ. പക്ഷെ അതുകൊണ്ട് കാരണം മമ്മൂക്ക ഈ ഒരു മൂവിയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണ്ടേ. കാരണം ഫസ്റ്റ് തൊട്ട് എന്റെ ഉണ്ട് ആൾക്ക് നല്ല റോളുണ്ട്, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ അത്ര മോശമാക്കിയില്ല, ഫുള്ള് നെഗറ്റീവ് ആക്കിയില്ല ആ ക്യാരക്ടറിനെ. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ അറിയാലോ ആ സമയത്ത് തന്നെ എന്താ പറയാ നമ്മൾ ആരാധിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ തമിഴ് മൂവിയിൽ അഭിനയിക്കുമ്പോൾ അതേ സപ്പോർട്ട് തന്നെ നമ്മൾ, കാരണം മലയാളികൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല നല്ല ആളാണെന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും പൊളിച്ചടുക്കിയ പടം, അതായത് ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ആ ഒരു വല്ലാത്തൊരു ഫീൽ സംഭവം നന്നായിട്ട് തന്നിട്ടുണ്ട്. മണിരത്നം സാർ എന്ന് പറഞ്ഞ ഒരു മജീഷ്യൻ ഡയറക്ടറിന്റെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാം കിട്ടില്ല ശരിക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ 2 ക്ലൈമാക്സ് ആക്കായിരുന്നു. അതായത് എന്താ പറയാ വേണമെങ്കിൽ മറ്റേതും ആക്കായിരുന്നു. അതായത് ആരും മരിക്കാതെ എന്താ എല്ലാം നന്നായിട്ട് സറണ്ടർ ആയിട്ട് ദേവരാജ ജയിലിൽ പോകുന്നു എന്നുള്ള സംഭവം ആക്കിയിട്ട് വേണമെങ്കിൽ അവിടെയും നിർത്താൻ. അല്ല ഈ മറ്റേ അടി നടന്നോട്ടെ, ആ വെടിവെക്കുന്നത് ചിലപ്പോൾ മിസ്സായിട്ട് തിരിച്ചു പോയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഒരാൾ സറണ്ടർ ആകും, ഒരാൾ ഹാപ്പി ആയിട്ട് പോകുന്നത്, അങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. നല്ലായിരുന്നു.
രണ്ടും വേണമെങ്കിൽ രണ്ടും നല്ലായിരുന്നു. കാരണം നമുക്കറിയാലോ അതിപ്പോ ഡയറക്ടറിന്റെ ഫുൾ സ്വാതന്ത്ര്യമാണ് ഇത് പിന്നെ എടുക്കുക എനിക്ക് എന്നുള്ളത്. തോന്നുന്നു ആ സമയത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കണം കുറച്ചും കൂടി ഡിസ്കഷൻ വന്നതും Discussion ആ ഒരു നമ്മളെ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള സംഭവത്തിലോട്ട് പോയതും. പക്കാട്ടോ. അതായത് ഈ 91 ഇറങ്ങിയിട്ടുള്ള ഈ മൂവിയിൽ ഇത്രയും സംഭവങ്ങൾ, അതായത് ഇപ്പൊ ഉപയോഗിക്കുന്ന കുറെ ടെക്നിക്സ് എന്ന് പറയുന്നത് അക്കാലത്തെ മൂവീസിൽ നിന്ന് എടുത്ത സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ, പ്രത്യേകിച്ച് നമ്മളെ സിനിമാറ്റോഗ്രാഫി എടുത്തെടുത്തെടുത്ത് സന്തോഷ് ശിവൻ പറയേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ സൂര്യനെ കൊണ്ട് കളിച്ചിട്ടുണ്ട് അല്ല, നന്നായിട്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരാളുണ്ട്, ഇളയരാജ സർ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക്, പാട്ടുകൾ, സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്ത്, പ്രത്യേകിച്ച് 1-2 BGM ആണ്. ആ BGM ഭയങ്കരമായിട്ട് ക്ലാസി ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. അത് കുറെ BGM ഇട്ടിട്ട് മാറ്റി കളിക്കുന്നില്ല. ആ ഒരു BGM തന്നെ, അല്ലെങ്കിൽ 2, മാക്സിമം ഒരു 3-4 BGM ഉള്ളൂ. അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫീൽ, ഒരു അത് രക്ഷയും. മാത്രല്ല, ഇന്നലെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ഇളയരാജ സാറിന്റെയും മണിരത്നം സാറിന്റെയും ലാസ്റ്റ് കൊളാബറേഷൻ ആയിരുന്നു എന്നുള്ളത്. എന്താ സംഭവം എന്നറിയില്ല. ആണോ ഈ മൂവി? ആ ഒരു കമന്റ് ഒന്ന് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ, നമുക്കറിയില്ല എന്താ കേട്ടോ. സംഭവം എന്നുള്ളത്. നമുക്കത് മനസ്സിലായില്ല ഫുള്ളായിട്ട്. അപ്പൊ എന്തായാലും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ടക് 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 ഡാ. Done. തളപതി മൂവി നമ്മൾ അങ്ങനെ എന്താ പറയാ, ഈ മൂവിനെ നമ്മൾ കാണുന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറയാലോ. Yes. കാരണം ഇങ്ങനെ ഒരു മൂവി കാണാനുള്ള ഒരു സാധ്യത നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല ഇല്ല ശരിക്കും. ശരിക്കും ഇത് കാണാനുള്ള മെയിൻ കാരണം എൻജെഞ്ചൊക്കെ തുടങ്ങിയതുകൊണ്ടാണ്. അതാണ് main തുടങ്ങിയതുകൊണ്ടാണ്. പറയാൻ അത് ശരി. മാത്രല്ല നമ്മൾ പോലിട്ട സമയത്ത്, ഈവൻ മൂവി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾക്ക് എന്താ പറയുക, വ്യൂസ് ഒക്കെ പൊതുവെ കുറവ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു തുടങ്ങിയ കാര്യം നമ്മൾ അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു സംഭവം കൂടിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പക്ഷെ പിന്നീട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളല്ലേ, നമ്മൾ എന്തെങ്കിലും, ഞങ്ങളുടെ ഒരു പോളിസി അതാണ്. അതായത് എന്തെങ്കിലും നമ്മൾ, അതോടെ നമ്മൾ പലതും കുറെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാത്തത്. അതായത് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനൊരു എൻഡിങ് കൊടുക്കില്ലെങ്കിൽ ഇപ്പൊ എന്തോ പോലെ തോന്നും. അത് മാത്രമല്ല, നമുക്കത് കറക്റ്റ് ആയിട്ട് ഇടാനും പറ്റണം, ഓൺ ടൈമിൽ ഇടാൻ പറ്റണം. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ചാനലിൽ ചില സമയത്ത് നമ്മൾ കുറെ ലേറ്റ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. അത് ഈ ബ്ലോക്കും സാധനങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിലേ ആവുന്നത് ശരിക്കും. അത് മാത്രല്ല, ക്ലാസിക് മൂവീസ് അത് പ്രത്യേകം അധികം ആളുകൾ, എനിക്ക് തോന്നുന്നു ഈ മൂവീസ് ഒന്നും ആരും ചെയ്തിട്ടില്ല തോന്നുന്നു. തളപതി മുതൽവനൊക്കെ അധികം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തിടുന്ന സമയത്ത് നമുക്കത് അപ്ലോഡ് എല്ലാം ചെയ്ത്, അപ്ലോഡിങ് ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലാസ്റ്റ് ബ്ലോക്ക് കിട്ടുന്നത്. അപ്പൊ ഏകദേശം അത്രയും സമയം നമ്മളെടുത്ത് ചെയ്യുന്നതിനും പിന്നെയും റീ എഡിറ്റ് ചെയ്ത് പിന്നെയും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ രാത്രി ആവുന്നത്. ശരിക്കും നമ്മൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല 11 മണിക്കും 12 മണിക്കൊക്കെ ഇറക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഉറക്കൊഴിഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത്. പക്ഷെ എന്താ പറയാ, നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണ്. കാരണം ഈ ഒരു മൂവീസിന്റെ ആ ഒരു ക്ലാസിക് മൂവീസ് ആയതുകൊണ്ടും പിന്നെ ചില പ്രത്യേകം ആക്ടേഴ്സിന്റെ ബേസ് ചെയ്ത് നല്ല ഹിറ്റായ പടങ്ങളാവുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് റെക്കഗ്നീഷൻ കിട്ടിയ സാധനങ്ങളൊക്കെ എന്തായാലും കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പണി കിട്ടും. അതുകൊണ്ടുകൂടിയാണ് ചില സീൻസ് നമുക്ക് ലെങ്ത്തിൽ ഇടാൻ പറ്റാത്തത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഏതാ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഷോർട്ട്ലി ഒരു പോൾ ഇടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.